അസ്സലാമു അലൈക്കും. ഫുഡ് ഓൺ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബൺ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന ബണ്ണിൻ്റെ അതേ ടേസ്റ്റിലും ടെക്സ്ചറിലും നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ബൺ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ടും ബൺസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബൺ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് സ്റ്റഫ് ചെയ്യാതെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ബൺസ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പറയാൻ പോകുന്നത് 1.5 കപ്പ് മൈദയിലോട്ടുള്ള അളവാണ്. 1/2 കപ്പ് ചെറു ചൂടുവെള്ളം വേണം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. ഒരു എഗ്ഗും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മൈദയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഇനി ഇത് 3-4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി തൂക്കി നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. 10-15 മിനിറ്റെങ്കിലും ഇത് കുഴക്കണം. കൂടുതൽ പൊടി ചേർക്കാനും പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുഴക്കാൻ വേണ്ടിയിട്ട് ഓയിലും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ട് തന്നെ ഇതിൻ്റെ ടെക്സ്ചർ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ഇവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവി ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് കുഴച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മൂടി വെച്ച് 1 മണിക്കൂർ ഇത് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള സ്റ്റഫിങ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഇവിടെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റഫിംഗ് ആണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇനി നമ്മൾ ഒരു പാനിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ ചെറിയ പീസസ് ആക്കി ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിക്കായി വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തിക്കായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 45 to 1 hour മാറ്റി വെച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. അങ്ങനെ ചെയ്താൽ ഈസ്റ്റിൻ്റെ സ്മെല്ല് കൂടുതലായിട്ടുണ്ടാവും. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഈക്വൽ പീസസ് ആക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റിലോ ട്രേയിലോ കുറച്ച് മൈദപ്പൊടി തൂക്കി നമുക്ക് ഈ ഓരോ ബോൾസും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് മൂടി വെക്കണം. ഇനി ഇതിൽ നിന്നും ഓരോ ഡോ എടുത്ത് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം.
ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഈ ട്രേയിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും തയ്യാറാക്കിയ ശേഷം നമുക്ക് ഇതൊരു 8 to 10 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതുപോലെ വെറ്റ് ക്ലോത്ത് കൊണ്ട് മൂടി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ നല്ലപോലെ ചൂടാവാൻ പാടില്ല. അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം തീ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഓരോ ബണ്ണും ലോ ഫ്ലെയിമിൽ ഒരു 8 to 10 മിനിറ്റ്സ് എങ്കിലും ഇത് വേവിച്ചെടുക്കണം. രണ്ട് സൈഡും ചെറുതായിട്ട് ഗോൾഡൻ കളറായി മാറുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഈ ബൺസിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം നമുക്ക് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ വൈറ്റ് എള്ള് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ ബൺസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ല പോലെ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന ബണ്ണിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടും. സ്റ്റഫ് ചെയ്യുമ്പോൾ എന്ത് ഫില്ലിങ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഫില്ലിങ്സ് ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബർഗർ ബണ്ണായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പിയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.